ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ക്ലിനിക്കിലെ ക്യാമ്പിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഇതൊരു തുരുത്താണ്. അപ്പം തുരുത്തിലോട്ടാണ് നമ്മൾ ക്യാമ്പിങ്ങിന് പോകുന്നത്. നമ്മളുടെ ക്ലിനിക്കിൽ നിന്ന് ഒരു കൂട്ടം മെമ്പേഴ്സ് എല്ലാം ക്യാമ്പിങ്ങിനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്യാമ്പിങ്ങിൻ്റെ വിശേഷവും അല്ലാത്ത വിശേഷങ്ങളും എല്ലാം കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റു. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം. അവിടെ ഒരു 8:30 ആകുമ്പോൾ എത്തണം. ക്ലിനിക്കിൽ 8:30 ആകുമ്പോൾ എത്തണമായിരുന്നു. അപ്പം അതനുസരിച്ച് ഞാൻ നേരത്തെ എഴുന്നേറ്റു. അപ്പം രാവിലെ ചായയുടെ കൂടെ ഇതായിരുന്നു. ഇത് ബ്രൗണി കേക്കാണ്. ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് എളുപ്പത്തിൽ നമുക്ക് ബിസ്ക്കറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് 3 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 2 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ബ്രൗണി കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ആ ഒരു റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ നിന്ന് ഒരു 8 മണിക്ക് മുന്നേ ഇറങ്ങി 8:30ക്കാണ് അവിടെ എത്തേണ്ടത്. ബസ്സില്ലാത്ത സ്ഥലമൊന്നുമില്ല, എപ്പോഴും ബസ്സുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 8:30 ആയപ്പോൾ ക്ലിനിക്കിലെത്തി. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് മാഡത്തിൻ്റെ കാറിൽ നമ്മൾ തുരുത്തിലേക്ക് പോകേണ്ട സ്പോട്ടിലെത്തി. അടിപൊളി സ്പോട്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. അവിടെ എല്ലാം കാണാൻ നല്ല വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ നല്ല വ്യൂ ഉള്ള ഒരു സ്ഥലം. എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങളുടെ മെമ്പേഴ്സിനെല്ലാം ഇഷ്ടമായി. ഞങ്ങൾ ഈ ബോട്ടിലാണ് പോകാനിരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബോട്ടാണ്. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നു. മാഷാഅല്ലാഹ്. ക്യാമ്പിങ്ങിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ പിറ്റേന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ PRO സാറാണിത്. PRO സാറാണ് ഓരോരുത്തരെ ബോട്ടിൽ കയറ്റിയത്. ബോട്ടിൽ കയറുന്ന സമയത്ത് ചെറുതായിട്ട് ചെരിവുണ്ടായിരുന്നു. എല്ലാവർക്കും അതുകൊണ്ട് പേടി തോന്നി. ഇത് ഞങ്ങളുടെ മാനേജർ മാഡമാണ്. പിന്നെ ഡോക്ടർ കിരൺ സാറ് കൊല്ലം പ്രാണയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത് സാറ്. അപ്പം സാറും ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എന്താവുമെന്ന് ഉള്ള ഇതിൽ. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ബോട്ട് ഇട്ട് തുടങ്ങി. അങ്ങനെ ബോട്ട് സ്റ്റാർട്ടാക്കി തുടങ്ങി. അപ്പോൾ നല്ലൊരു അനുഭൂതിയായിരുന്നു. നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല എൻജോയ് ചെയ്തു. എല്ലാവർക്കും ഇഷ്ടമായി ഈ ഒരു യാത്ര. ഇങ്ങനെയുള്ള യാത്രകളൊക്കെ നമ്മൾ ഒരിക്കലും മറക്കാത്ത യാത്രകളായിരിക്കും. അപ്പം ക്യാമ്പിംഗ് മാത്രമല്ല, ഈ ഒരു യാത്രയും എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരാൾ റിസപ്ഷനിസ്റ്റും ഒരാൾ ലാബ് ടെക്നീഷ്യനുമായിരുന്നു. അവർക്ക് വീഡിയോയിലോട്ട് വരാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കാൻ പോയില്ല അവരെ. അങ്ങനെ നമ്മുടെ കണ്ടൽക്കാടുകൾക്കിടയിലൂടെയും എല്ലാം നമ്മൾ ആസ്വദിച്ചിങ്ങനെ പോവുകയായിരുന്നു. നല്ല രസമായിരുന്നു. താറാവിനെ കണ്ടു. അവിടെ എല്ലാം കാണാൻ പറ്റി. താറാവിനെയും കൊക്കിനെയും ഒക്കെ കണ്ടു. നല്ല കാഴ്ചയായിരുന്നു. നല്ല രസമായിരുന്നു. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ക്ലൈമറ്റാണ്. ഒരു മൂടൽമഞ്ഞ് പോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ തുഴഞ്ഞ് പള്ളി എത്താറായിട്ടുണ്ട്. പള്ളിയുടെ അടുത്തെത്താറായി. അങ്ങനെ നമ്മൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞു ഗൈസ്. ഇതാണ് ആ പള്ളി. ഇവിടാണ് നമ്മളുടെ ക്യാമ്പിംഗ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു പള്ളിയാണിത്. അപ്പം ബോട്ട് അവിടെ അടുപ്പിക്കുകയാണ്. അങ്ങനെ ബോട്ട് അവിടെ അടുപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും അവിടെ സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. സാറും മാഡവും എല്ലാവരും, പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാം സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു.
ആദ്യമൊന്നും പള്ളിയില് ആളുകളില്ലായിരുന്നു. കുറവായിരുന്നു. പള്ളിയില് ഞായറാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പോയിരുന്നു. പിന്നെ പുഴഞ്ഞ് കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരിയാണ് റിസപ്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ആള് വീഡിയോയിൽ വരില്ല, ഭയങ്കര ഷൈ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം അവളെ ഉൾപ്പെടുത്താറില്ല വീഡിയോകളിൽ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടെ ക്യാമ്പിങ്ങിനായിട്ട് വന്നു തുടങ്ങി. എല്ലാവരും വന്നു തുടങ്ങി. ഇപ്പം ഓരോരുത്തർ ഷുഗർ ടെസ്റ്റിങ്ങിനും BP ടെസ്റ്റിങ്ങിനും അതുപോലെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനും വരുന്നുണ്ടായിരുന്നു. എൻ്റെ ജോലി എന്ന് പറയുന്നത് മരുന്നെടുത്ത് കൊടുക്കാനും പിന്നെ എൻ്റേത് മരുന്നെടുത്ത് കൊടുക്കാനും പിന്നെ ലാബ് ടെക്നീഷ്യനെ ഹെൽപ്പ് ചെയ്യാനും മാത്രമായിരുന്നു എൻ്റെ ജോലി എന്ന് പറയുന്നത്. പിന്നെ ആ സമയം ഞങ്ങൾ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നല്ലൊരു മഴയും കാറ്റും വീശി നല്ലൊരു മഴ പെയ്തിരുന്നു. അടിപൊളി ഒരു മഴയായിരുന്നു പെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി, മഴയ്ക്ക് ശേഷം പുറത്തിറങ്ങി നോക്കിയതാണ്. നല്ല തണുത്തൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാൻ പള്ളി കാണിച്ചു തരാം. ഇതാണ് ആ പള്ളി. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പള്ളിയാണ്. പള്ളിയുടെ അകമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിയ ഒരു പള്ളിയാണിത്. സെമിത്തേരിയൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു പള്ളിയാണിത്. ഇതാണ് പള്ളിയുടെ അകം. കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ഭംഗിയുള്ള ഒരു പള്ളിയായിരുന്നു. എനിക്ക് അവിടുത്തെ എല്ലാം ഇഷ്ടപ്പെട്ടു. അങ്ങനെ ക്യാമ്പിംഗ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. എല്ലാവർക്കും ബൈ പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം സാറെന്നെ കളിയാക്കുകയായിരുന്നു. കോഴി താറാവ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വീഡിയോ എടുക്കാൻ വേണ്ടി സാറെന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോഴിയും താറാവിനെയൊക്കെ വീണ്ടും വീഡിയോയിലെടുത്ത്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിലും കോഴിയും താറാവിനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല സ്ഥലവും നല്ല ആളുകളുമായിരുന്നു. എല്ലാവരും നമ്മളോട് നല്ല പെരുമാറ്റമായിരുന്നു. പ്രത്യേകിച്ച് അവിടെ ആർക്കും അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാഷാഅല്ലാ, എല്ലാം നല്ലതുപോലെ കഴിഞ്ഞു. അവിടുന്ന് 1 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി, ക്ലിനിക്കിലെത്തി. ക്ലിനിക്കിലെത്തിയതിന് ശേഷം ഞാൻ എൻ്റെ ജോലി തുടർന്നു. എൻ്റെ സ്റ്റോക്ക് എടുപ്പ് ഞാൻ തുടർന്നു. വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ ഉമ്മി ഇറച്ചിക്കറി ഉണ്ടാക്കി വെച്ചിരുന്നു. പിന്നെ പുറത്തുനിന്ന് പൊറോട്ട മേടിച്ച് ഇറച്ചിക്കറിയും പൊറോട്ടയായിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.